2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പെരിയാറിലെ മത്സ്യക്കുറ്റിയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയത് മൂലം സംഭവിച്ച മത്സ്യനാശത്തിന് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും ആവശ്യമായ സാമ്പത്തിക സമാശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമൽ അധ്യക്ഷനായി. സംസ്ഥാന ഭാരവാഹികളായ ഹരീഷ്, ഭദ്രൻ, മാട്ടുമൽ വാസുദേവൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രജിത് ലാൽ, ശ്രീധരൻ, പ്രശാന്ത് എസ്, അംബുജാക്ഷൻ, കെ എ കണ്ണൻ, സന്തോഷ്, അനീഷ്, കാർത്തികേയൻ, സജിത്ത് എന്നിവർ സംസാരിച്ചു. രാസമാലിന്യം ഒഴുക്കിവിട്ട കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യമെങ്കിൽ ഈ കമ്പനികൾ അടച്ചുപൂട്ടണമെന്നും മുനമ്പം സന്തോഷ് ആവശ്യപ്പെട്ടു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കമ്പനികൾ തുറന്നുവിട്ട മാലിന്യം മൂലം മത്സ്യങ്ങൾ ചത്തുപൊന്തുകയും വർഷങ്ങളായി അധ്വാനിച്ച് അവൻ നേടിയെടുത്ത അവൻ്റെ ഉപജീവന മാർഗം അതില്ലാതാക്കുകയും ചെയ്ത കമ്പനികൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നാണ് ഈ സമരത്തിലൂടെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും എല്ലാ ആവശ്യങ്ങളും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് പെരിയാറിന്റെ തീരത്ത് പെരിയാറിൽ മത്സ്യത്തൊഴിൽ നടത്തി ഉപജീവനം നടത്തുന്ന ആളുകൾ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കുറെ കാലങ്ങളായി വെള്ളപ്പൊക്കത്തിന് ശേഷം പെരിയാറിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുകയും. ന്യൂസ് ബ്യൂറോ, പറവൂർ.